സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കർണാടകയിലെ ചെറിയൊരു ഗ്രാമമുണ്ട്. ദ ലാൻഡ് ഓഫ് കിങ് കോബ്രാസ് എന്നും ദ ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ എന്നും അറിയപ്പെടുന്ന അഗുംബെ. അഗുംബയിലോട്ടാണ് ഈ ടൈം ഞങ്ങൾ യാത്ര പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റേഴ്സാണ് അഗുംബയിലേക്കുള്ളത്. നിങ്ങൾ ട്രെയിനാണ് പോകുന്നതെങ്കിൽ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് ബസ്സസ് അവൈലബിൾ ആണ്. ഞങ്ങൾ എത്തിയത് ഏർലി മോർണിംഗ് ആയിരുന്നു. സോ അവിടുന്ന് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് അഗുംബയിലേക്ക് ബസ്സസ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ജേർണി ഉണ്ട് അഗുംബയിലേക്ക്. ഉടുപ്പിയിൽ നിന്ന് മണിപ്പാൽ ത്രൂ ആണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. This place is the most untouched hill stations in South India. അധികം ടൂറിസ്റ്റുകൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണിത്. സോ നിങ്ങൾക്ക് ക്രൗഡഡ് അല്ലാത്തൊരു ഏരിയയിൽ പോയി വെക്കേഷൻ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അഗുംബെ. നമ്മൾ നോർമൽ ഹിൽ സ്റ്റേഷൻസിൽ കാണുന്ന പോലുള്ള വലിയ വലിയ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ്സ്, വലിയ വലിയ റിസോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോഴും ഒരു ചെറിയ ഗ്രാമം പോലെ തന്നെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഏകദേശം ഒരു 14 ഹെയർ പിൻസോളം കയറിയിട്ടാണ് നമ്മൾ അഗുംബയിലേക്ക് എത്തിയത്. എത്തിയ ടൈം തന്നെ മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല കോട, ഫുള്ള് നല്ല ഫോഗി ആയിട്ട് നിൽക്കുന്നൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്തത് ഈ ഒരു ഹോട്ടലിലായിരുന്നു, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ ഉള്ളതിൽ വെച്ച് നല്ലൊരു സ്റ്റേ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. അപ്പോൾ അതിന് താഴെ തന്നെ നമുക്ക് അവരുടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇവിടെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് റെൻറ്റിന് എടുക്കുക എന്നുള്ളതാണ്. സോ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു റെഡിയായി താഴെ വന്നപ്പോഴാണ് അറിയുന്നത് അഗുംബയിൽ ഈ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ ഉടുപ്പി അല്ലെങ്കിൽ മണിപ്പാലാണ്. സോ നമ്മൾ ഇതൊക്കെ റെൻറ്റിന് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് വരുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ചെയ്യുന്നതും ഇത് തന്നെയാണ്. ബട്ട് നമുക്കത് നേരത്തെ അറിയാത്തത് കൊണ്ട് നമ്മൾ എഗെയിൻ ബസ് കയറി നമ്മൾ മണിപ്പാലിലെത്തി. അവിടുന്ന് ഒരു സ്കൂട്ടി റെൻറ്റിന് എടുക്കേണ്ടി വന്നു. സീ ലെവലിൽ നിന്ന് അറൗണ്ട് ഒരു 643 മീറ്റേഴ്സ് ഉയരെ വെസ്റ്റേൺ ഗട്ട്സിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അഗുംബെ. ആ ദൂരെ ഫോഗ് മൂടി നിൽക്കുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് ഈ 14 ഹെയർ പിന്നും കയറിയിട്ട് ചെല്ലാനുള്ളത്. ഞങ്ങളവിടെ റീച്ച് ചെയ്തപ്പം ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു. ആ ടൈമിലെ ക്ലൈമറ്റാണിത്, ഫുൾ ഫോഗൊക്കെ മൂടിയിട്ടുള്ള ഒരു വെതർ. ഇവിടെ ധാരാളം വാട്ടർഫാൾസ് ഉണ്ട്. സോ ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്യാൻ പോയത് ഇവിടുത്തെ ഒരു വാട്ടർഫാൾ ആയിട്ടുള്ള ജോഗിഗുണ്ടി ഫാൾസ് കാണാനായിട്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന വഴി അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. 9 to 4 ആണ് ടൈമിംഗ്. സോ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള എൻട്രി അവർ ലിമിറ്റ് ചെയ്യും. എൻട്രൻസിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം താഴേക്ക് ട്രക്ക് ചെയ്ത് പോകാനായിട്ട്. ഇത് കൂടാതെ ഇവിടെ വേറെയും വാട്ടർഫാൾസ് ഉണ്ട്. ബട്ട് ഹെവി റെയിൻഫോൾ കാരണം ഞങ്ങൾ ചെന്ന ടൈമിൽ അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ഈ വാട്ടർഫാളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു കേവിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. മെർജ് ചെയ്യുന്നത് തുംഗഭദ്ര റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയിലേക്കാണ്. ഇത്രയും തിരക്കൊന്നുമില്ലാതെ ഇത്ര കാമായിട്ട് ഒരു വാട്ടർഫാൾ എൻജോയ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്.
വാട്ടർഫോൾ കണ്ടിറങ്ങിയപ്പോൾ എഗെയിൻ മഴ പെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് നമുക്കിങ്ങനെ മഴ എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അതുതന്നെയാണ് ഈ ഒരു പ്ലേസിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ദ വൺ ആൻഡ് ഓൺലി റെയിൻ ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ ഉള്ളതും അഗുംബയിലാണ്. താല്പര്യമുള്ളവർക്ക് അതും പോയി വിസിറ്റ് ചെയ്യാം. ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുത്തെ സൺസെറ്റ് പോയിന്റ് കാണാനാണ് പോയത്. നമ്മൾ അഗുംബയിലേക്ക് വരുന്ന വഴി തന്നെയാണ് ഈ ഒരു സൺസെറ്റ് പോയിന്റ് ഉള്ളത്. പക്ഷേ നല്ല മഴയും കോടയൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് സൺസെറ്റിൻ്റെ വ്യൂ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. മോർണിംഗ് എണീറ്റപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഞങ്ങൾ താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് പോകുകയാണ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കവലദുർഗ ഫോർട്ടായിരുന്നു. ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അഗുംബയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ഫോർട്ടിലേക്ക്. എൻട്രൻസിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻട്രി ടിക്കറ്റും എടുത്തിട്ട് വേണം. ഏകദേശം ഒരു 1 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് പോകാൻ. പോകുന്ന വഴിയൊക്കെയും നല്ല സീനിക്കാണ്. ഇതാണ് ഫോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. 9th സെഞ്ച്വറിയിലാണ് ഈ ഒരു ഫോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഫോർട്ടിനുള്ളിൽ ഒരു പാലസിൻ്റെ റെമനൻസും അതുപോലെ തന്നെ ടെമ്പിളും പിന്നെ കുറേ കുളങ്ങളുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർട്ടിന് ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല കാറ്റും ഫുൾ കോടയും അതുപോലെ തന്നെ ഗ്രീനറിയൊക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നിപ്പോകും. സോ ലെറ്റ്സ് സീ ദ ബ്യൂട്ടിഫുൾ കവലദുർഗ ഫോർട്ട്. അഗുംബയിൽ വരുന്ന ടൈമിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ട് തന്നെയാണ് ഈ കവലദുർഗ ഫോർട്ട്. ആ ദൂരെ കാണുന്ന മലയാണ് കുണ്ടാദ്രി ഹില്ല്. അവിടെ ഒരു ജെയിൻ ടെമ്പിളും ഉണ്ട്. അങ്ങോട്ടേക്കുള്ള ട്രക്കിംഗ് ഹെവി റെയിൻഫോൾ കാരണം ഞങ്ങൾ പോയ ടൈമിൽ ക്ലോസ്ഡ് ആക്കിയിരുന്നു. സോ ഞങ്ങൾക്കത് മിസ്സായി.
അങ്ങനെ ഈവനിങ് ആയപ്പോൾ അഗുംബയോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ഉടുപ്പിയിലേക്ക് പോയി. പോകുന്ന വഴി മുഴുവനും കോടയായിരുന്നു. അതുപോലെ റിട്ടേൺ പോകുന്ന വഴിയിൽ ടൈം ഉണ്ടെങ്കിൽ ഒരു ജെയിൻ ടെമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യും. ഇറ്റ്സ് കോൾഡ് വരങ്ക ജെയിൻ ടെമ്പിൾ. കൂടുതൽ ഡേയ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ശൃംഗേരി ടെമ്പിൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിക്മംഗ്ലൂരും ജോഗ് ഫോൾസും ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവനിങ് ഉടുപ്പിയിലെ മാൽപ്പെ ബീച്ചിലാണ് ഞങ്ങൾ പോയത്. അതിനുശേഷം പിന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സീ ഫുഡ് സ്പോട്ടാണ് മച്ച്ലി. അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ആഫ്റ്റർ ദ ഡിന്നർ ഞങ്ങൾ റെൻ്റൽ ബൈക്ക് റിട്ടേൺ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷൻ പോയി.